ഗൈസ് നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്, എല്ലാവരും ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്, ചലഞ്ച് അല്ലാതെ. സോ നമ്മുടെ അതെ പാർട്ട് 2. സോ ഗൈസ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി പുറത്ത് വന്നേക്കാണ്. കാരണം ഇനി ഫുൾ ഡ്യൂട്ടി. ഇനി എന്നാണ് നമ്മൾ ഒന്നിച്ചെന്ന് നമുക്ക് അറിയത്തില്ല, എപ്പോൾ പുറത്തു പോകുന്ന പോലും അറിയത്തില്ല, എപ്പോൾ പുറലോകം കാണുമെന്ന് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്, 2 മാസം പാക്കേജ് ആണ്. സോ ഗൈസ് നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിലും പള്ളിയിലും പോവാണ്. അതിനുശേഷം നമുക്കൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട്, ഒരു പുതിയ സ്പോട്ടിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ നിങ്ങളെ അതിൽ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. സോ അതിന് പറയാനുണ്ട് നിങ്ങൾക്ക് കണ്ടെടുക്കും. സോ ഗൈസ് നമ്മളങ്ങനെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം എത്ര സമയം? എത്രയായി? 8:20. 8 മണിക്കായിരുന്നു കുർബാന. സോ നമ്മൾ ഷാർപ്പ് ടൈം തന്നെ എത്തി. സോ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? 8:20 ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും ഇവിടെ. ഓക്കെ, നമുക്കിനി എല്ലാം കുർബാന കഴിഞ്ഞിട്ട് കാണാം. നമ്മളങ്ങനെ പള്ളിയിലൊക്കെ നമ്മൾ കുർബാന കൂടിയിട്ട് നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ട് പോവാൻ, നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടിട്ട്. ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ ഒരു എനർജി കാണത്തില്ല നമുക്ക്. നിങ്ങൾക്ക് അപ്പൊ ലാഗ് വ്ളോഗേ കാണത്തില്ല. അതെ, വേണ്ട മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞില്ല. നല്ല രസമുണ്ടല്ലോ. സോ ഗൈസ് നല്ല നമ്മൾ നിർത്തുവാണ്. സോ ഗൈസ് നമ്മൾ ഔട്ട്ഫിറ്റ് ഒക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമുക്കിനി അമ്പലത്തിൽ പോയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായി. എവിടെ കാണിക്കും? പ്രസാദം കിട്ടിയ നല്ല ശുഭമല്ല, നല്ല മധുരത്തിൽ തുടങ്ങാം നമുക്ക്. മിനുഫോൺ അവിടെ ഇരിപ്പുണ്ട്. കരിമ്പ് കിട്ടിയ പ്രൊസീജിയറിലാണ്. നമ്മള് പ്രസാദം വാങ്ങി പിന്നെ കൈയെല്ലാം ആയിട്ടായിരുന്നു. വെള്ളം ഭയങ്കരമായിട്ട് പന്നുണ്ട്. നല്ലൊരു കൈ കഴുകി നമ്മളിന്നെ കുറച്ച് അരമണിക്കൂർ നിന്നേ ഉള്ളു. ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എന്താ കഴിക്കുന്നേ? നമ്മുടെ ഫേവറേറ്റ് മസാല ദോശ. നമ്മള് സൗണ്ട് കേൾക്കാൻ നടത്തുന്നത് നമ്മളിപ്പം ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. മസാല ദോശ നമ്മൾ ഓർഡർ ആക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി നമുക്ക് സമയമില്ല കളയാൻ വേണ്ടിയിട്ട് നേരെ ബസ് പിടിക്കാൻ പോകും, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പരിപാടി നമുക്കൊന്ന് വയറ് നിറഞ്ഞിരുന്ന് നമ്മളൊന്ന് ആക്റ്റീവ് ആകും, അതിന് വേണ്ടിയിട്ടാണ്. സോ അല്ലെങ്കിൽ ഫുൾ ഡേ നമ്മൾ ഫുൾ ഡള്ളായിട്ടിരിക്കും. സോ നമ്മൾ മസാല ദോശ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. ഇതിലായിട്ട് നമ്മുടെ ദോശ, പിന്നെ സാമ്പാർ, ചമ്മന്തി, അകത്ത് മസാല ഉണ്ടാക്കണം. നമ്മുടെ ഫേവറേറ്റ് നല്ല അഫോർഡബിളും ആണ്. ഹോസ്റ്റലേഴ്സ് നല്ല അഫോർഡബിൾ ആണ്. നല്ല എന്താ വയറ് നിറയെ കഴിച്ചിട്ടാണ്. നല്ല വിശപ്പുണ്ട്. ഗൈസ് അപ്പൊ ബസ്സിലിരുന്നുള്ള കയറിയിട്ട് ഇറങ്ങി നമ്മൾ. ഇനി നമുക്ക് സ്ട്രൈറ്റ് പോവാം, ലെഫ്റ്റ് എടുക്കാം. അപ്പൊ നമ്മുടെ നമ്മൾ എവിടെ പോകുന്നത് പറഞ്ഞില്ലല്ലോ, അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. അതായിരിക്കും ബസ്സിലുള്ള കലാപരിപാടികളെല്ലാം കണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുന്നു. യൂട്യൂബ് വ്ളോഗിന്റെ പേര് ഞാൻ അറിയത്തില്ല. അവര് നമുക്ക് വ്ളോഗിൽ നമുക്ക് തന്നെ ഡേറ് തന്നെ ടിക്കറ്റില്ലാതെ നല്ല കട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ആരും ഇല്ല നമ്മുടെ ബാക്കി. ഓട്ടോയ്ക്ക് വേണം നമുക്ക് സ്ഥലത്തോട്ട്. ഞാൻ ഇരിക്കുന്നത് ഇവിടെയല്ല, സീറ്റിലല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ അതിനെക്കാട്ട് നല്ല സ്പോഞ്ചി ഒരു അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഞങ്ങൾ മംഗലാപുരത്തുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നമ്മളിപ്പോ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാർ വാട്ടർഫോൾസിലാണ്. അടയാർ വാട്ടർഫോൾസിലാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ തുടക്കം എൻട്രൻസ് ആണ്. വാട്ടർഫോൾസിലൂടെ കുറെ നടക്കണം എന്നാണ് പറഞ്ഞത്. സോ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾ കാണിച്ചു തരാം.
കാറ്റ് ഭയങ്കര അപ്പൊ ഭയങ്കര. ഫസ്റ്റ് ടൈം ഇവിടെ വന്നതാണ്. നമുക്ക് വഴിയൊന്നും അറിയത്തില്ല എങ്ങോട്ടാ വാട്ടർഫോൾസിലേക്ക് പോകണ്ടേ. നമ്മള് തന്നെ റൂട്ട് മാപ്പ് കൊണ്ട് നമ്മളങ്ങ് പോവാണ്. ഇപ്പൊ ഹോസ്റ്റലൊക്കെ പിള്ളേർക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ അടയാർ വന്നിട്ടുണ്ട്, തിരിച്ച് 6 മണിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് പോയി നോക്കാം. പിന്നെ നമ്മുടെ വിനോദയാത്രയിൽ എല്ലാവർക്കും കുറച്ച് തണുത്ത വെള്ളത്തിന് നമ്മുടെ വാട്ടർ സർവീസ് ഉണ്ട് ഇവിടെ, സ്പ്രൈറ്റ് സർവീസ്. ഇതിനോട് വരാൻ അതിന്റെ ഇടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നു വെച്ചെടുത്തേ നോക്കി നിൽക്കുന്ന. നമ്മളിപ്പോ എന്താ പറയണ്ട, ഒരു തുടക്കം എത്തി. നമ്മളിപ്പോ അവിടെ നമ്മുടെ നമ്മുടെ വാട്ടർഫോൾസിന്റെ വാട്ടർഫോൾസിന്റെ ഒരു തുടക്കം നമ്മള് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അങ്ങനെ ഫുള്ള് ആൾക്കാർക്ക് ഇറങ്ങി വന്നത്. അവിടെ നിന്നൊക്കെ നമ്മള് കയറി പോണം. അങ്ങ് പൊന്നോ ഒന്ന് ഇറങ്ങിയത് ക്ഷീണം. ഇപ്പൊ ഭയങ്കര ഇറങ്ങുമ്പോ കുഴപ്പമില്ല, പക്ഷെ കേറുന്ന കയറ്റം കാണിച്ചത് നിങ്ങളെ. നമുക്ക് അങ്ങോട്ട് നടക്കാൻ സമയമില്ല. സഞ്ചാരപാത അതികഠിനമാണ്, കല്ലും മുള്ളും. ഒന്നാമത്തെ റൂട്ട് മാപ്പും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് വന്നത്, നമ്മൾ ആരും ഇല്ല വഴി അറിയാതെ. സോ നമ്മള് എന്താ പറയുന്നത്, ചോദിച്ചു പോവാന്നുള്ള രീതിയിൽ നമ്മൾ പോവാണിപ്പം. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇത് നമ്മള് കാടിന്റെ കേൾക്കുന്നത് നമ്മൾ ക്ഷീണിച്ച് ദോഷമായിട്ട് നന്നായി എല്ലാം നയിച്ചു. നമ്മളങ്ങനെ എത്തി വാട്ടർഫോൾസ്. നമ്മളിപ്പോ ബാഗും നമ്മുടെ ലഗേജും ഒക്കെ സൈഡിലാക്കി നമ്മൾ കുളിക്കാൻ പോകാം. ഇനി കുളിച്ച് വന്നിട്ട് കാണാം. ഫോൺ അങ്ങോട്ട് എടുക്കാനുള്ള. വന്ന നമ്മളെ ഇപ്പോഴത്തെ നമ്മളെ കാണണം. പിന്നെ അടയാർ വാട്ടർഫോൾസ് ആണ്. ഇത് നല്ലൊരു സ്പോട്ടാണ്. എൻജോയ് ഫ്രണ്ട്സിനെ കൂടെ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം പോകുന്ന നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയി ഓരോ തോന്നുന്നില്ല. സത്യം വെള്ളത്തിന് അടുത്ത് തന്നെ ഇരിക്കാൻ തോന്നും. അപ്പം നാളിനെ എങ്ങനെ ആഫ്റ്റർ എഫക്റ്റ് ജലദോഷം പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരിക്കും. ഒന്നുമില്ല, ഡ്യൂട്ടിക്ക് പോകും. ഇതിനകത്ത് ഡ്യൂട്ടി ഉള്ളതാണ്. സോ നമ്മൾ 2 മാസം കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. അപ്പൊ ഇപ്പൊ ആ എൻജോയ്മെന്റ് നമുക്ക് എന്തായാലും മിസ് ചെയ്യും. തിരിച്ചു പോകുന്നില്ല. ഇപ്പൊ കാറ്റ് കണ്ടപ്പോ നിർത്തിയതാണ്. കാരണം അടിയിലോട്ടൊന്ന് കയറിക്കൊണ്ട് മുടിയിലകത്ത് ഇനി ഇതാ അറ്റം വരെ നമുക്ക് നടക്കണം. നമ്മുടെ കോലം. അപ്പൊ നമ്മളിപ്പോ നമ്മള് വന്നത് എങ്ങനെ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ വി ക്യാൻ അതാ. സോ ഗൈസ്, അപ്പൊ നമ്മളിനി തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടി ഇതാണ്. നമ്മളിപ്പോ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഉണങ്ങാൻ വേണ്ടി ഇവിടെ നിന്നതാണ്. ഉണങ്ങിയിട്ടുണ്ട്, കുറച്ച് ഉണങ്ങി. നമ്മളിപ്പോ തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു. നിങ്ങളും കണ്ടുണ്ടെങ്കിൽ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് അതിന്റെ ജോലി വീഡിയോയില് പാട്ടൊക്കെ കേട്ട് എഡിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇവരെ കളിക്കുന്നതൊക്കെ വീഡിയോ ഇല്ല നമ്മളിന്റെ വെള്ളത്തിലൊക്കെ. അപ്പം നമ്മള് പാട്ടിടുമെന്ന് പറയുന്നു, അടുത്തില്ല. അപ്പം മിന്നൂസിന്റെ പാതയെ കാണുന്നുള്ളൂ. അപ്പൊ ഇതാണ് മിന്നൂസ്. ഇല്ല മറ്റേ ഞാൻ പറയാം, അനൂസ് ഫുട്പാത്തിലെ മോളുടെ ചായ ഇല്ല, ഇങ്ങനെ മുടി ഇങ്ങനെ രണ്ട് കിടന്നിട്ട്. അനൂസ് ഫുട്പാത്ത് വീഡിയോ കാണുന്ന കമന്റ്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. മഴ വെള്ളത്തിൽ കളിച്ച് ഇവിടെ ഒരു ബോധം പോയതാ. ഉറങ്ങിയില്ലേ കിളി പോകും, വെള്ളത്തിൽ കളിച്ചാ കിളി പോകും. എന്ത് ചെയ്യാൻ? ഇറങ്ങാൻ നേരത്തെ ദൈവം നമുക്ക് നമ്മളെ അനുഗ്രഹിച്ചു. എന്നിട്ടെല്ലാം കൂടെ പിടിച്ച് നിന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ നനഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഉണങ്ങാതിരിക്കാനും ഉണങ്ങിയാൽ എപ്പോഴാ. പിന്നെ നമ്മൾ വിചാരിച്ചു മഴയെല്ലാം നനയാന്ന് വിചാരിച്ചു. സോ ഗൈസ്, നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓട്ടോ ഒക്കെ പോണതൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ഉണങ്ങി പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകാൻ. അല്ലാതെ നനഞ്ഞിട്ട് ഒട്ടിയത് കൊണ്ടല്ല. ഇനി എങ്ങനെ ബസ്സിന് പോകണമെന്ന് ആവശ്യം. ബസ്സിന് ദൂരം ഇല്ലാതെ നടന്നു പോയാൽ ബസ്സിന് ആരെയൊന്നും നടന്നു വരും ഒറ്റക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു ദൂരം വല്ലതുണ്ട്. നമുക്ക് ആസ്വദിച്ച് പോവാം. ഒരു ഓട്ടോ വന്നെ പനി. അങ്ങോട്ട് പോയ കോലം ഇങ്ങോട്ട് പോയ കോലം. ഗൈസ് നമ്മളപ്പോ അങ്ങനെ റെയിൽവേ ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലോട്ടല്ല, ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഹോസ്റ്റൽ വീടാണല്ലോ നമുക്ക്. അതെ, അവിടെ സെക്കൻഡ് ഹോം. നമ്മളെന്തെങ്കിലും
മാസമായിരുന്നു അത്. എന്നോട് ദ പോയിന്റ് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മള് ഇപ്പം സ്ഥിരം കഴിക്കുന്ന അവിടെ നല്ല പുതിയ എവിടെയും ട്രൈ ആക്കാൻ നമുക്ക് വിശപ്പുണ്ട്, സമയവും ഇല്ല. സോ വി തോട്ട് നമുക്ക് പോയിട്ട് നമുക്ക് കാണാം. അത് നമ്മളെ വണ്ടി പിടിച്ച് കൊല്ലും. നമ്മളെ റെയിൽവേ ട്രാക്കാണ് മുറിച്ച് കടക്കാൻ പോകുന്നത്. മുറിച്ച് കടക്കാൻ എന്നെ കത്തിയുണ്ട് അല്ല കേക്ക്. ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ചളി ഇനി ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഞങ്ങൾ ഇതുപോലത്തെ ഞങ്ങളുടെ ബുക്ക് ഇറക്കുന്നതായിരിക്കും. ചളി ബുക്ക് ആര്യ അലീന പബ്ലിഷേഴ്സ്. ഞങ്ങൾ റെയിൽവേ ട്രാക്കും നടക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്യാനുള്ള നല്ല മഴക്കാറുണ്ട്. സോ നമ്മൾ നടക്കുകയാണ്. അനൂസ് ഫുട്പാത്തിന്റെ മോള്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. കുറെ കമന്റ് ചെയ്യാൻ ഇപ്പൊ ഒന്നായിട്ടുണ്ട്. ആ മുടി ഒതുക്കി വെക്കുമ്പോ. ഗൈസ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ പമ്പയിൽ നിൽക്കുകയാണ് സ്ഥലത്ത്. അങ്ങനെ നമ്മൾ കുറെ നോക്കി സ്പോട്ട് ഉണ്ടോന്ന്, പക്ഷെ കിട്ടിയില്ല. സോ നമ്മള് സ്റ്റേറ്റ് ബാങ്കിലേക്ക് പോകുവാണ്. അതെ ഗൈസ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല റഷ് ഉണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നേക്കണം. വന്നിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫോറമാളിന്റെ അടുത്താണ്. ഇറങ്ങിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പറയാം. നമ്മുടെ ഫുഡ് വന്നു. ബിരിയാണി ഒക്കെ നമുക്ക് സാലഡൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഹോസ്റ്റലിലെത്തിയില്ല. നമ്മൾ കോളേജിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പം നമുക്ക് ദാഹം ഭയങ്കര. അപ്പോൾ നമ്മുടെ സ്ഥിര സ്പോട്ടായ ഇക്കാൻ്റെ കടയിൽ കയറി നമ്മൾ അവലിമിൽക്ക് കുടിക്കാൻ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് നാരങ്ങ വെള്ളം. അതാണ് ഇഷ്ടം. അവലിമിൽക്കിനെക്കാളും ഇനി അവലിമിൽക്ക് വന്നിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മുടെ അവലിമിൽക്ക് വന്ന് എങ്ങനെയുണ്ട് ബിനോയ്? കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറ. ഓക്കെ ഗൈസ്. സോ ഗൈസ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി എഡിറ്റിംഗ് വെച്ചപ്പോഴാണ് നമ്മൾ വൈൻഡപ്പ് എടുത്തിട്ടുള്ളത് സത്യം മനസ്സിലാക്കുന്നത്. സോ ഗൈസ് നമ്മളൊരു 2 ദിവസം കഴിഞ്ഞിട്ട് വൈൻഡപ്പ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. 4 നേരന്നിട്ട്. അപ്പം നമ്മളൊരു വൈകുന്നേര സമയത്താണ് ഈ വൈൻഡപ്പ് എടുക്കുന്നത്. സോ ക്ലാരിറ്റി കാണുന്നില്ല, അങ്ങനെ ഇരുണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല മഴയാണ്. സോ ഗൈസ് ഞങ്ങൾ നല്ലതായിട്ട് ആ ഒരു ഡേ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പം കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്കും ആ ഒരു പുതിയ സ്പോട്ട് മനസ്സിലാക്കി നിങ്ങൾക്കും അവിടെ പോകാനുള്ള കൂടി വരുന്നത് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഭയങ്കര റെയിനി സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് നമ്മളിങ്ങനെ ഉപദേശിക്കുന്നത്. കാരണം നമുക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. സോ മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ പോയി മസ്റ്റ് വിസിറ്റ് ഒരു സ്പോട്ടാട്ടോ. മാംഗ്ലൂർ സ്റ്റുഡൻസിനും അത് നല്ല നമ്മൾ എൻജോയ് ചെയ്തു. പെട്ടെന്ന് സമയം പോവുകയും ചെയ്തു. പക്ഷെ നമുക്ക് എന്താ പറയണ്ടേ, ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. സോ ഗൈസ് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.